ഈ ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും പുതിയ മത്സരത്തിന്റെ ജയത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. സെനഗലിനെതിരെ ബെൽജിയത്തിന് നാടകീയ ജയം. എക്സ്ട്രാ ടൈമിലാണ് ബെൽജിയം വിജയ ഗോൾ നേടിയത്. 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് നാടകീയ തിരിച്ചുവരവ്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. അമേരിക്ക ബോസ്നിയ മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിലെത്തി. അസർ ബിൻ അസീസ് ചേരുന്നുണ്ട് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. അസർ, ഗുഡ് മോർണിംഗ്. ആവേശകരമായ മത്സരങ്ങളാണ് റൗണ്ട് ഓഫ് 32 കാണുന്നത്. ഇന്നലെ രാത്രിയും ഇന്നും പുലർച്ചെയുമായി നടന്ന മത്സരങ്ങളൊക്കെയും എണ്ണം പറഞ്ഞ ഗോളുകൾ, മികച്ച പോരാട്ടം തന്നെയാണ് കാണുന്നത്. ഫുട്ബോൾ ആരാധകർക്ക് ആവേശം പകരുന്ന കാഴ്ചകളും മത്സരങ്ങളും. ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് ഗോകുൽ. ആഫ്രിക്കൻ കരുത്തരുടെ വമ്പൻ പോരാട്ടങ്ങളാണ് റൗണ്ട് ഓഫ് 32-ൽ ഇന്നലെ 2 മത്സരങ്ങളിലായി നമ്മൾ കണ്ടത്. അതിൽ വളരെ ആവേശകരമായ മത്സരം തന്നെയായിരുന്നു ബെൽജിയവും സെനഗലും തമ്മിലുണ്ടായിരുന്ന മത്സരം. യൂറോപ്യൻ ശക്തികളും ആഫ്രിക്കൻ കരുത്തരും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ നിർണായകമായ 2 ഗോളുകൾ 3 മിനിറ്റിനുള്ളിൽ അടിച്ചുകൂട്ടിയ 2 ഗോളുകളുടെ പിൻബലത്തിൽ ബെൽജിയം വിജയം സെനഗലിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യം മുതൽ ഒരു ആക്രമണ ഫുട്ബോൾ, ഇരു ടീമുകളും മുന്നേറ്റങ്ങളുമായി നടത്തിയ മത്സരം. ആദ്യഘട്ടത്തിൽ തന്നെ ബെൽജിയത്തിൻ്റെ ഒരു മുന്നേറ്റത്തോടു കൂടിയാണ് ആ മത്സരം ആരംഭിക്കുന്നത്. പിന്നീട് സെനഗലിൻ്റെ ഗോളിനായുള്ള നീക്കങ്ങൾ. ഒടുവിൽ 24-ാം മിനിറ്റിൽ ഹബീബ് ഡിയാരയിലൂടെ സെനഗൽ നിർണായകമായ ലീഡ് എടുക്കുന്നു. ആദ്യ പകുതിക്ക് വേണ്ടി മത്സരം പിരിയുന്നു. ആദ്യ പകുതിക്ക് ശേഷം നിർണായകമായ ഒരു മാറ്റവുമായി ബെൽജിയം തിരിച്ചെത്തുന്നു. അവരുടെ സുവർണകാലത്തിലെ ഫുട്ബോൾ താരം, ആ സുവർണ നിരയിലെ താരം ലുക്കാക്കുവിനെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷവും ഇരു ടീമുകളും ഗോളുകൾക്ക് വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾ നടത്തുന്നു. ഒടുവിൽ 51-ാം മിനിറ്റിൽ ഇസ്മയിൽ സാർ ഒരിക്കൽ കൂടി സെനഗലിന് വേണ്ടി വല ചലിപ്പിക്കുന്നു. സെനഗൽ നിർണായകമായ 2 ഗോളുകളുടെ ലീഡെടുത്ത് മത്സരം മുന്നോട്ട് പോകുന്നു. 86-ാം മിനിറ്റിലാണ് ഈ മത്സരത്തിൻ്റെ ഗതി മാറുന്നത്. ലുക്കാക്കുവിലൂടെ ആശ്വാസ ഗോൾ കണ്ടെത്തിയ ബെൽജിയം 3 മിനിറ്റുകൾക്കപ്പുറം ടിലമെൻസിലൂടെ സമനില ഗോൾ കണ്ടെത്തുന്നു. അങ്ങനെ 2-2 എന്ന രീതിയിൽ നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈം മത്സരം അവസാനിക്കുന്നു. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോകുന്നു. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 2-2 തുല്യത പാലിക്കുന്നു. 120-ാം മിനിറ്റിൽ സെനഗലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പിഴവിലൂടെ ബെൽജിയത്തിന് വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നു. സെനഗലിൻ്റെ പെനാൽറ്റി ബോക്സിൽ വെച്ച് ലെമീൻ കമാറ ടിലമെൻസിനെ ഫൗൾ ചെയ്യുന്നു. അതിന് റഫറി പെനാൽറ്റി അനുവദിക്കുന്നു. ടിലമെൻസ് തന്നെയാണ് ആ പെനാൽറ്റി കിക്ക് എടുക്കുന്നതും സെനഗലിൻ്റെ വല ചലിപ്പിക്കുന്നതും. അങ്ങനെ ആവേശകരമായ ഒരു പോരാട്ടത്തിനൊടുവിൽ ഒരു പിഴവിലൂടെ സെനഗൽ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുന്ന കാഴ്ചയാണ് ആ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്തായാലും നാടകീയമായ മത്സരം തന്നെയായിരുന്നു, ആവേശകരമായ മത്സരം. റൗണ്ട് ഓഫ് 32-ൽ ഒരിക്കൽ കൂടി ആഫ്രിക്കയുടെ കരുത്ത് പുറത്തെടുത്ത് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി എല്ലാം നൽകി 2 ഗോളുകളുടെ ലീഡെടുത്ത മത്സരത്തിൽ ഒരു പിഴവിൽ നിന്ന് ആ മത്സരം നഷ്ടപ്പെടുന്നു. ഒരുപക്ഷെ ബെൽജിയം ആ മത്സരം പിടിച്ചെടുക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എന്തായാലും ആവേശകരമായ മത്സരത്തിനൊടുവിൽ ബെൽജിയം റൗണ്ട് ഓഫ് 16ലേക്ക് മുന്നേറുകയാണ്. ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. ആദ്യ പകുതി ആ മത്സരത്തിൻ്റെ അവസാനിച്ചിട്ടുണ്ട്. ഗോകുൽ, പ്രവിധ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.